ഹായ് എവ്രിവൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കമ്പനി ഫോം ചെയ്യുന്നതിന് പല ലീഗൽ റിക്വയർമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഷോർട്ടാക്കിയിട്ട് പറയുന്നതാണ് ഈ ഒരു വീഡിയോ. കുറച്ച് ആളുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഒരു പെർട്ടിക്കുലർ ബിസിനസ് ആരംഭിക്കാനായിട്ട് ഫോം ചെയ്യുന്ന ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ ഐഡന്റിറ്റി ഉണ്ട്. അതായത് അവരുടെ ഓണേഴ്സ്, ഒരു കമ്പനി ഓൺ ചെയ്യുന്ന ഓണേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് ഒരു കമ്പനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അതിൻ്റേതായിട്ട് അസറ്റ്സ് ഓൺ ചെയ്യാം, ബാധ്യതകൾ ഉണ്ടാക്കാം. അതായത് അസറ്റ്സ് ഓൺ ചെയ്യുന്നത് പോലെ തന്നെ ലയബിലിറ്റീസ് ഇൻകർ ചെയ്യാനും അതുപോലെ തന്നെ കോൺട്രാക്റ്റുകളിലേക്ക് എൻ്റർ ചെയ്യാനും മറ്റ് കമ്പനികളെയോ പേഴ്സണെയോ ഒക്കെ സ്യൂ ചെയ്യാനും, അതായത് മറ്റ് കമ്പനികൾക്കോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെതിരെയോ കേസ് എടുക്കുന്ന രീതിയിൽ ഈ ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയും ഇന്ന ആളും തമ്മിലുള്ള കേസ് എന്നുള്ള രീതിയിൽ നമുക്കത് ലീഗൽ പേപ്പേഴ്സിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കമ്പനീസ് നമുക്ക് പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടോ സ്ട്രക്ചർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിലും രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടന്റ് ആയിട്ടുള്ള എങ്ങനെ കമ്പനി ഫോം ചെയ്യാവുന്നതിൻ്റെ സ്റ്റെപ്സുകളൊന്ന് നോക്കാം. ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് ബിസിനസ് സ്ട്രക്ചർ എന്തായിരിക്കണം എന്നുള്ളതാണ്. അതായത് എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റിയാണ് നമുക്ക് ഫോം ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അതായത് സ്വന്തമായിട്ട് മാത്രം ഓൺ ചെയ്യുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാം, ഇല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങാം, 1 person കമ്പനി തുടങ്ങാം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ചെയ്യാം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് ബിസിനസ് സ്ട്രക്ചർ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ കമ്പനി ഫോം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിമിനായിട്ടുള്ള അപ്രൂവൽ എടുക്കലാണ്. അതായത് നിങ്ങളുടെ കമ്പനിക്ക് ഒരു യുണീക്ക് നെയിം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിങ്ങൾക്ക് ആ ഒരു നെയിമിനുള്ള അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക. ആ നെയിം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. MCAയുടെ, അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ നെയിമിംഗ് ഗൈഡ് ലൈൻസുമായിട്ട് കംപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള നെയിമായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതായത് DSC എന്ന് പറയുന്ന സംഗതി. DSC എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്, ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് ഒബ്റ്റെയിൻ ചെയ്യാവുന്ന കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലെജിറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ DSC ഒബ്റ്റെയിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. DSC കാണുമ്പോൾ ഇതുപോലെ ഒരു USB പോലെയാണ് ഉണ്ടാവുക. അടുത്തതായിട്ട് വേണ്ട കാര്യമാണ് DIN അല്ലെങ്കിൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സിന് ഒരു DIN ഒബ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്ന്. ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഒരാൾക്ക് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവുന്ന സമയത്ത് ലഭിക്കുന്ന ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അടുത്തതാണ് മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നേടുക എന്നുള്ളത്. അതായത് എപ്പോഴും കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് ഈ 2 ഡോക്യുമെൻറ്റ്സ് മാൻഡേറ്ററി ആയിട്ട് പ്രിപ്പയർ ചെയ്യും. മെമ്മറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. ഇത് ബേസിക്കലി കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും എങ്ങനെയാണ് ഈ ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ റൂൾസും ഡിസൈഡ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. ഇനി അടുത്തതാണ് ഇൻകോർപ്പറേഷൻ ആപ്ലിക്കേഷൻ. അതായത് നമുക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് നമ്മുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കമ്പനി രജിസ്ട്രേഷൻ്റെ ഫോംസ് എല്ലാം ഫിൽ ചെയ്തിട്ട് ഈ ഒരു ഇൻകോർപ്പറേഷൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിക്കും. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കമ്പനി ഫോം ആയി എന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ആണ്. അടുത്തതാണ് പാൻ കാർഡ് ആൻഡ് ടാൻ കാർഡ് അപ്ലിക്കേഷൻ. അതായത് നിങ്ങൾക്ക് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ആയിട്ടുള്ള പാൻ കാർഡിനും ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ആയിട്ടുള്ള ടാൻ കാർഡിനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഇത് ടാക്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്ന 2 കാര്യങ്ങളാണ്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് GST രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ ടേൺ ഓവർ നിശ്ചിത ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് GST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ഇതും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വേണ്ടത് ബാങ്ക് അക്കൗണ്ട് ആണ്. നിങ്ങളുടെ
കമ്പനിയുടെ നെയിമിൽ തന്നെ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതിനായിട്ട് ബാങ്ക് ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ്, കമ്പനി ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ആയിട്ട് വേണ്ടത് കംപ്ലയൻസ് ആണ്. GST രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് GST റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ROC ഫയലിംഗ് ചെയ്യുക. അപ്പോൾ എല്ലാ കമ്പനിയും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേമും എല്ലാം ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് മുമ്പായിട്ട്. ഇല്ല ഇത് ഡിലേ ആയി അല്ലെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ഇൻട്രസ്റ്റും പെനാൽറ്റീസ് ഒക്കെ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആനുവൽ റിട്ടേൺ ഫയലിംഗ് ചെയ്യാന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് പുറമെ മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള രജിസ്റ്റേഴ്സും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കമ്പനി ഫോർമേഷൻ്റെ ഒരു ജനറൽ ഐഡിയ തരാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് കമ്പനി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലീഗലായിട്ടുള്ള ഒരു എക്സ്പെർട്ടിനെയോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ടിനെയോ കമ്പനി രജിസ്ട്രേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സമീപിക്കാവുന്നതാണ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം.